ഹലോ. കടം പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകളെ നശിപ്പിച്ചിട്ടുള്ളൊരു വില്ലനാണ്. ഈ കടം പോകുന്ന ബിസിനസ്സുകൾ അധികം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സ്ട്രഗിളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കടം പോയാലുള്ള പ്രശ്നം എന്തൊക്കെയാണ്, ഏതെല്ലാം ടൈപ്പ് ബിസിനസ്സുകൾക്കാണ് കൂടുതൽ കടം പോകുന്നത്, ഏതാണ് കൂടുതൽ കടം പോകാത്ത ബിസിനസ്സുകൾ ഏതൊക്കെയാണുള്ളത്, അതുപോലെ കടം പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കടം പോയാൽ എന്തൊക്കെയാണ് പ്രശ്നം വന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോണത് കടം പോയാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. കടം പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് ഇങ്ങനെ കടം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോനെ ബാധിക്കും. ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡാണ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ക്യാഷ് ഫ്ലോ വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാം. നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള കാശ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റുകൾ പെൻഡിങ് കിടക്കും. അതായത് നമ്മുടെ ഓവർ ഹെഡുകളൊന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. സാലറി കൊടുക്കാൻ പറ്റില്ല, മറ്റ് സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാൻ പറ്റില്ല, റെൻറ്റ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. ക്യാഷ് ഫ്ലോനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്യാഷ് ഫ്ലോനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ടെൻഷനായിരിക്കും എപ്പോഴും. ഇനി അടുത്ത പ്രശ്നം എന്താണ്, കടം പോയി കഴിഞ്ഞാലുള്ള വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള കാശ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡെയിലി ഓപ്പറേഷൻസ് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നിങ്ങൾ കടക്കാരനാവേണ്ട ഒരു അവസ്ഥ വരും. അതായത് നിങ്ങൾ വേറൊരു സ്ഥലത്തുനിന്ന് കടം എടുത്ത് ഇതൊക്കെ നടത്തേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കടത്തിലേക്ക് പോയി ചാടുകയാണ്. അതാണ് രണ്ടാമത്തെ പ്രശ്നം മെയിനായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോണത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോണ ഈ കടം പോണ ടൈപ്പ് ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഫേസ് ചെയ്യണ വേറൊരു കാര്യമാണ്, നമ്മളുടെ ടൈമും എഫേർട്ടും ബിസിനസ് വളർത്തുന്ന ആ കാര്യങ്ങളിൽ നിന്ന് മാറി കിട്ടാനുള്ള കാശ് പിരിച്ചെടുക്കുന്നതിലായിരിക്കും പിന്നെ ഫോക്കസ് മൊത്തം. നമ്മുടെ ടൈമും മറ്റ് എഫേർട്ടുകളും എല്ലാം തന്നെ ഈ പേയ്മെൻറ്റിൻ്റെ പുറകെ നടന്ന് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ കടം പോകുന്ന ടൈപ്പ് ബിസിനസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയോ അതിൽ പോയി പെടുമ്പോഴൊക്കെ ഉള്ളൊരു പ്രശ്നം. ഇനി ഏത് ടൈപ്പ് ബിസിനസ്സുകൾക്കാണ് അധികവും കടം പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികവും കടം പോകുന്നത് ഇപ്പോൾ ഹോൾസെയിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കടം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾ മാനുഫാക്ചറുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് റീറ്റെയിലേഴ്സിന് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ടൈപ്പ് ബിസിനസ്സുകൾ, ഇത്തരം ബിസിനസ്സുകളിൽ കടം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ബിസിനസ്, നിങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ആ യൂണിറ്റിൽ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് മൊത്തം റീറ്റെയിൽ കടകളിൽ കൊണ്ടുവന്ന് കൊടുക്കണം, ആ ടൈപ്പ് ബിസിനസ് ആണെങ്കിലും കടം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ സർവീസുകൾ, നിങ്ങളൊരു പ്രത്യേക പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് കിട്ടുന്ന ബിസിനസ്സുകളുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ പലതും, ആർക്കിടെക്ചർ, അങ്ങനെ പല ബിസിനസ്സുകളുണ്ട് സർവീസ് മേഖലയിൽ. നിങ്ങളുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഇനി അത്തരത്തിലുള്ള ബിസിനസ്സുകളിലും കടം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. B2Bയിൽ കടം പോകാനുള്ള സാധ്യത, നിങ്ങളുടെ കസ്റ്റമർ വേറൊരു ബിസിനസ്സായിട്ട് വരുന്ന ബിസിനസ്സുകളുണ്ടല്ലോ, B2B, മറ്റ് ബിസിനസ്സുകൾക്ക് നിങ്ങൾ സർവീസോ പ്രൊഡക്റ്റോ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയും കടം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കടം പോകുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാഭം മാത്രമല്ല വെള്ളത്തിലായി പോണത്, നമ്മുടെ മുതലും കൂടി നഷ്ടപ്പെടുകയാണ്. നമ്മളുടെ ലാഭം എന്തായാലും ഇല്ല, മുതലും കൂടി പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ വീണ്ടും പുതിയ ക്യാപിറ്റൽ റൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് തിരിച്ചു പിടിക്കാനായിട്ട്. ലാഭവും കിട്ടണമില്ല, മുതലും കൂടി നമ്മൾ കടത്തിലെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ മുതലും അതേപോലെ തന്നെ നമ്മുടെ ലാഭവും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് കിടക്കുകയാണ്. ഇതാണ് കടത്തിൻ്റെ വേറൊരു പ്രശ്നം. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അപ്പോൾ ഇത്തരം ബിസിനസ്സുകളൊന്നും തുടങ്ങണ്ടേ, ഇങ്ങനത്തെ ബിസിനസ്സുകളപ്പോൾ ചെയ്യേണ്ടതെന്നാണോ നിങ്ങൾ പറയണത്? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനെ മറികടക്കാൻ ചില ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എല്ലാവരും ഇത് അംഗീകരിച്ചോളണമെന്നില്ല. പക്ഷേ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കടം പോകാതിരിക്കാനായിട്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഇത്തരം ബിസിനസ്, ഞാൻ മേളിൽ കുറച്ച് ബിസിനസ്സുകൾ പറഞ്ഞല്ലോ, ഇത്തരം ബിസിനസ്സുകളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക കടം കൊടുക്കില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. കടം കൊടുത്തിട്ടുള്ള ബിസിനസ് വേണ്ട, അതിൽ കുറഞ്ഞിട്ടുള്ള ലാഭം മതി എന്ന് നിങ്ങൾ ഉറപ്പിക്കുക.
പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാശ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷനും അതുപോലെ തന്നെ അതൊക്കെ പിരിച്ചെടുക്കാനുള്ളൊരു എല്ലാവർക്കും അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ കടം കൊടുത്തിട്ടുള്ള ബിസിനസ് ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കുക തുടക്കം തന്നെ. അങ്ങനെ അതിൽ കുറഞ്ഞിട്ടുള്ള ലാഭം മതി. കടം കൊടുത്തിട്ടുള്ള വലിയ ബിസിനസ് എനിക്ക് വേണ്ട. കടമില്ലാതെ സ്മൂത്തായിട്ട് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ള ബിസിനസ് മാത്രം മതി എന്ന് തുടക്കം അങ്ങോട്ട് തീരുമാനിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതൊന്നും റിയൽ വേൾഡിൽ നടക്കില്ല, മാർക്കറ്റിൽ നടക്കില്ല. എന്തായാലും ആ സാധനം കൊണ്ട് ചെല്ലുമ്പോൾ കടം അവിടെ വെച്ചേക്ക്, വിറ്റ് പോയതിന് ശേഷം കാശ് തരാമെന്ന് എല്ലാവരും പറയുള്ളൂ. ഈ പറയുന്ന ഫിലോസഫി ഒന്നും റിയൽ വേൾഡിൽ നടക്കില്ല എന്ന് ചിലർ വാദിച്ചേക്കാം. ഏറെക്കുറെ അത് ശരിയുമാണ്. ഇവിടെ നമുക്കുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾ ചെറിയ എന്തെങ്കിലുമൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ആ പരിസരത്ത് എന്തായാലും കടം പോവും. റീറ്റെയിലേഴ്സ് എന്തായാലും കാശ് തരില്ല. കടം പോയി വിറ്റതിന് ശേഷം കാശ് തരുന്ന ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാശ് അങ്ങനെയാണ് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറയും. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റൂട്ട് സെയിലിന് പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും. കടകളിലെല്ലാം കൊണ്ടുപോയി സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് ഏതെങ്കിലും കമ്പനിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ. അത് നിങ്ങളുടെ പരിസരത്ത് തന്നെ വേണമെന്നില്ല, കുറച്ച് മാറിയിട്ടാണെങ്കിലും നിങ്ങളുടെ അവിടെയൊക്കെ കറങ്ങി പോകുന്ന ആളുണ്ടാവുമല്ലോ. അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുക. ആ പരിസരത്ത് ആരൊക്കെയാണ് കൃത്യമായിട്ട് കാശ് തരുന്നത്. ചിലർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും തിരിച്ചു തരും. അങ്ങനെ നമ്മളെ ഇട്ട് കറക്കുകയോ ചുറ്റിക്കുകയോ ഒന്നും ചെയ്യൂല, കൃത്യമായിട്ട് തന്നെ ആ പേയ്മെൻറ്റ് തിരിച്ചു തരും. പക്ഷേ ഇത് ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ അടുത്തൊരു ഡാറ്റ വേണം, ഈ ബാക്കപ്പിന് ഒരു ഡാറ്റ വേണം. അത് നമുക്ക് കിട്ടുക ഓൾറെഡി ഈ റൂട്ട് സെയിലിന് പോണ ആളുകളുടെ അടുത്ത് നിന്ന്. അവരുടെ അടുത്ത് ചോദിക്കുക ഏതെല്ലാം ഷോപ്പുകളാണ് കടം കൊടുത്താലും കൃത്യമായിട്ട് തരുന്നത്, ഏതൊക്കെ ഷോപ്പുകളാണ് റെഡി ക്യാഷ് തരുന്നത്. ആ ഷോപ്പുകളും ആ സ്ഥാപനങ്ങളും എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം ഇവർ റൂട്ടിൽ ഒരുപാട് ഇറങ്ങിയിട്ടുള്ള ആളുകളായതുകൊണ്ട് ആരൊക്കെയാണ് ചുറ്റിക്കുന്നത്, ആരൊക്കെയാണ് നമുക്ക് തലവേദന സൃഷ്ടിക്കുന്നതെന്ന് ഇവർക്ക് കുറേ കാശ് നഷ്ടം വന്നിട്ടായിരിക്കും ഇവരിത് പഠിച്ചേക്കുന്നത്. അപ്പോൾ ആ റൂട്ട് സെയിലിന് പോകുന്ന ആളുകൾക്ക് അവരുടെ ഒരു ഞായറാഴ്ചയോ മറ്റോ നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടാണെങ്കിലും ഈ ഡാറ്റ നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ മാത്രം നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ നോക്കുക തുടക്ക സമയത്ത്. അതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉണ്ട് ഇന്ന ഷോപ്പുകളിൽ പോകേണ്ട, ഇന്ന സ്ഥലത്ത് മാത്രം പോയാൽ മതി എന്നുള്ളത് നമുക്ക് ആ ഒരു ഡാറ്റ കിട്ടുകയാണ്. അപ്പോൾ ഇനി അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്താൽ മതി നമ്മൾ. ഇന്ന് നമ്മളെയും ചുറ്റിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രം ഫിൽട്ടർ ചെയ്താൽ മതി. അല്ലെങ്കിൽ തുടക്ക സമയത്ത് എല്ലാ സ്ഥലത്തും നമ്മൾ വെക്കാൻ നേരത്ത് കുറേയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കും. ഇതാണ് കടം പോകുന്ന ബിസിനസ്സുകളിൽ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ എന്താ മറ്റു പല മെത്തേഡുകളും ഉണ്ട്, അത് ഇതിലൂടെ പറയാനായിട്ട് പറ്റില്ല. അതത്ര എന്താ പറയുക നോബിളായിട്ടുള്ള മെത്തേഡും അല്ല. പിന്നെ നമുക്ക് തലവേദനയാണ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇനി നിങ്ങളൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരമാവധി അപ്ഫ്രണ്ട് കാശ് കിട്ടുന്ന ബിസിനസ്സുകളിലേക്ക് നിങ്ങൾ ഇറങ്ങുക. അതായത് കടം കൊടുത്ത് നിങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് തർക്കിച്ച് ബാർഗെയിനൊക്കെ ചെയ്ത് എന്തെങ്കിലും കിട്ടി എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സുകളിലേക്ക് നിങ്ങൾ ഇറങ്ങാതിരിക്കുക. മെയിനായിട്ടുള്ളത് എൻഡ് കൺസ്യൂമറിലേക്ക് നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്ന ബിസിനസ്സുകൾ, അതായത് നിങ്ങളുടെ കസ്റ്റമർ എൻഡ് കൺസ്യൂമർ ആവണ ബിസിനസ്സുകളുണ്ടല്ലോ. റീറ്റെയിൽ ഷോപ്പുകൾ, എല്ലാ റീറ്റെയിൽ ഷോപ്പുകളും ഇതിൽ വരില്ല. ഫുഡ് ആൻഡ് ബെവറേജ് കാറ്റഗറിയിലുള്ള റെസ്റ്റോറൻറ്റുകൾ, ഇത്തരത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് റെഡി ക്യാഷ് കിട്ടും. റെസ്റ്റോറൻറ്റിന് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എൻഡ് കൺസ്യൂമറിലേക്ക് ഇപ്പോൾ ഷർട്ട്, ഗാർമെൻറ്റ്സ് ഇത്തരത്തിലുള്ള സംഗതി എൻഡ് കൺസ്യൂമറിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരം ബിസിനസ്സുകളിലൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്തരം ബിസിനസ്സുകളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കടത്തിൻ്റെ ഒരു പ്രശ്നമില്ല. അധിക സമയത്തും ഓൺലൈനിൽ ഇ-കൊമേഴ്സ് ആണെങ്കിൽ കടം അവിടെ വന്നില്ല. ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഒരു ഓപ്ഷൻ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോഴും അത് കടമല്ല. പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ തന്നെ ഡെലിവറി അസോസിയേറ്റ് കാശ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു കടന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇത്തരം ബിസിനസ്സുകളൊക്കെയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ആ ക്യാഷ് ആൻഡ് ക്യാരി, ആ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, ക്യാഷ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളാണ് കുറേ കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ നമുക്ക് എപ്പോഴും ഉണ്ടാവും. മറ്റതെന്ന് പറഞ്ഞാൽ പേപ്പറിൽ വലിയ ബിസിനസ്സായിട്ട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇത്ര സെയിൽ നടന്നു, അത് പക്ഷേ ക്യാഷായിട്ട് തിരിച്ച് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്നിട്ടൊന്നുമില്ല. കമ്പ്യൂട്ടറിൽ ഇങ്ങനെയുണ്ട്, അക്കത്തിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും, ഇത്ര സെയിൽ അത്ര സെയിൽ എന്നൊക്കെ വരും. പക്ഷേ അത് പിരിച്ച് കിട്ടിയിട്ടില്ലല്ലോ. ഇനി ചില സ്ഥലങ്ങളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവന്ന് എത്തിക്കും,
കുറച്ച് തരും, കുറച്ച് പിന്നെ തരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും മാർക്കറ്റിൽ കുറച്ച് മണി ഇങ്ങനെ ഹോൾഡായിട്ട് കൊടുക്കും. അപ്പോൾ നല്ലവരെ നോക്കി നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോലും മാത്രമാണ് അവിടെ ഒരു ഓപ്ഷനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി റൂട്ട് സെയിലിന് പോകുന്ന ആളുകളെ കണ്ട് അവർക്ക് കുറച്ച് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണെങ്കിലും ആരാണ് നല്ല റീറ്റെയിലേഴ്സ്, ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്നുള്ള ആ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കടത്തിൻ്റെ പ്രശ്നം. മാക്സിമം നിങ്ങൾ ഒരു തുടക്കക്കാരനാണ്, ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ഫ്രണ്ട് കാശ് നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് വരുന്ന ബിസിനസ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.